ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രതീകാത്മകമായ നദികളിൽ ഒന്നിന്റെ അടിയിൽ ചില വിചിത്രമായ സംഭവങ്ങളെ ബന്ധിച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ഇതൊരു ഇതിഹാസമല്ല, പ്രതീകാത്മക രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമല്ല. ശക്തന്മാരായ 4 ദൂതന്മാരെ ദൈവം തന്നെ ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ സമയത്തിന് വേണ്ടി അത് കാത്തിരിക്കുന്നു. 1 വർഷമോ 10 വർഷമോ അല്ല, മറിച്ച് ഒരു നിശ്ചിത ദിവസം, മാസം, വർഷം അതിന് കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് 9-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിതരായിട്ടുള്ള 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ഇവർ സമാധാനം കൊണ്ടുവരുന്ന ദൂതന്മാരല്ല, അവർ പ്രത്യാശ വാക്കുകൾ പറയുന്നവരോ അല്ല. അവർ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകമായ സംഭവം ഉണ്ടാകും. എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ 1/3 അവർ കൊല്ലും. ആരാണവർ? അവരെ എന്തുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു? അവരുടെ ബന്ധനം മാറുന്ന സമയത്ത് എന്തൊക്കെ ഭയാനകമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്? ഈ വീഡിയോയിൽ ബൈബിളിലെ ഏറ്റവും നിഗൂഢമായ, ഭയപ്പെടുത്തുന്ന അന്ത്യകാല പ്രവചനങ്ങളിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ചിഹ്നം, സംഖ്യ, സ്വർഗീയ ദർശനം, പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ എന്നീ കാര്യങ്ങളെ ചേർത്ത് നെയ്തെടുത്ത ഒരു ദിവ്യ പ്രവചന പുസ്തകമാണ്. ഓരോ വാക്കും പ്രവചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ചിത്രവും ഒരുപാട് രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് പറയുന്ന രംഗങ്ങൾക്കിടയിൽ ഒരു ഭാഗം മാത്രം തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം. നമ്മെ ഭയപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും നിഗൂഢവുമായ ഒരു വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 6-ാമത്തെ ദൂതൻ കാഹളമൂതി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള തങ്കയാഗപീഠത്തിന്റെ 4 കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നത് ഞാൻ കേട്ടു. കാഹളം വഹിച്ചിരിക്കുന്ന 6-ാമത്തെ ദൂതനോട് ആ ശബ്ദം, യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിതരായിട്ടുള്ള 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറഞ്ഞു. ഈ വർഷം, ഈ മാസം, ഈ ദിവസം, ഈ മണിക്കൂറിൽ മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നുകളയേണ്ടതിന് തയ്യാറാക്കി നിർത്തിയിരുന്ന 4 ദൂതന്മാരെയും അപ്പോൾ അഴിച്ചുവിട്ടു. ഇത് അലങ്കാര വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു കവിതയല്ല, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രവുമല്ല. 4 ജീവികൾ നടപ്പിലാക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചന പ്രഖ്യാപനമാണിത്. ഇത് അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മോട് പറയുന്നുണ്ട്. ഈ ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട്, അത് നിയന്ത്രണത്തിലാണ്, വിലങ്ങിട്ടിട്ടുണ്ട്, തടഞ്ഞു വെച്ചിരിക്കുന്നു. അവരെ ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ചങ്ങലയിലാക്കി വെച്ചിരിക്കുന്നു. ഒരു പ്രത്യേക സമയത്ത്, അത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു യുഗം കഴിഞ്ഞോ അല്ല, ഈ വർഷം, ഈ മാസം, ഈ ദിവസം, ഈ മണിക്കൂറിൽ മോചിപ്പിക്കണം എന്ന് പറയുന്നു. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതൊരു ദിവ്യ സമയക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ആ സമയം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം. അവരെ ഇതുവരെ അഴിച്ചുവിട്ടിട്ടില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവർക്ക് കഴിയില്ല. അവർ തടവിലാണ്. ആ മോചന ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. മനുഷ്യരാശിയുടെ 1/3 പേരെ കൊല്ലാനായിട്ട് അവരെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ആഗോളതലത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ന്യായവിധിയാകാനാണ് സാധ്യത. നോഹയുടെ കാലം മുതൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള നാശം സംഭവിക്കും. എന്നാൽ അതിലും ആഴമായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ നാശം വിതയ്ക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ബൈബിളിൽ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നു എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. ദൈവത്തിന്റെ ദൂതന്മാർ സന്ദേശവാഹകരാണ്, ശുശ്രൂഷകരാണ്, യോദ്ധാക്കളാണ്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ്. അവരെ എങ്ങോട്ടാണോ അയക്കുന്നത് ആ സ്ഥലങ്ങളിലേക്ക് പോകും. എതിർപ്പില്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം അവർ നിറവേറ്റും. എന്നാൽ ഈ ദൂതന്മാർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അനുസരണക്കേടുള്ളവർ അല്ലെങ്കിൽ മത്സരബുദ്ധിയുള്ളവർ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ബന്ധിക്കപ്പെട്ട ദൂതന്മാരെക്കുറിച്ച് വളരെ ചുരുക്കം സന്ദർഭങ്ങൾ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. അവിടെയെല്ലാം ന്യായവിധി, പാപം, നിയന്ത്രണം എന്നീ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 4 ദൂതന്മാർ ആരാണ്? എന്തുകൊണ്ടാണ് അവരെ തടവിലാക്കിയത്? ഇത്രയും ഭയാനകമായ ഭാവി പ്രവചിക്കണമെങ്കിൽ അവർക്ക് നേരത്തെ എന്താണ് സംഭവിച്ചത്? പത്രോസും യൂദയും പറഞ്ഞ അതേ വർഗത്തിൽപ്പെട്ട ദൂതന്മാരാണോ ഇവർ? പാപം ചെയ്ത ദൂതന്മാർ ഇപ്പോൾ ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിയാം. അതോ അതിനു മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ മനസ്സിലാക്കാൻ മനുഷ്യ ദുഷ്ടത ആരംഭിച്ചത് മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. യൂഫ്രട്ടീസിൽ തടവിലാക്കപ്പെട്ട ഈ ദൂതന്മാർ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. പ്രളയത്തിനു മുമ്പ്, ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും മുമ്പ്, എന്തിന് അബ്രഹാമിനും മുമ്പുള്ള ചരിത്രം. ഉൽപ്പത്തി 6-ാം അധ്യായം 1, 2, 4 എന്നീ വാക്യങ്ങളിലുള്ള ഒരു വിചിത്രവും വിവാദപരവുമായ ദിവസങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യവതികൾ എന്ന് കണ്ട്
തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്തു. ഈ കാലഘട്ടത്തിലും ഇതിനു ശേഷവും ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അറിഞ്ഞു, അവർക്ക് മക്കൾ ജനിച്ചു. ഇവരായിരുന്നു പുരാതന കാലത്തെ ശക്തന്മാരായ പുരുഷന്മാർ എന്നറിയപ്പെട്ട വീരന്മാർ. ഇവിടെ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ആരാണ്? പുരാതന ജൂത പാരമ്പര്യങ്ങളും ആദ്യകാല ക്രിസ്ത്യൻ ചിന്തകരും ഉറപ്പിച്ചു പറയുന്ന കാര്യം അവർ ദൂതന്മാരാണ്, സ്വർഗീയ നിരീക്ഷകരാണ്. സ്വർഗത്തിലുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ് ഇവർ എന്ന് പറയുന്നു. അവർ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്തു. അതായത് അവർ മനുഷ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുത്തു. അവരിൽ നിന്ന് രാക്ഷസന്മാരുണ്ടായി. അവരെ നെഫിലീംസ് എന്നാണ് പറയുന്നത്. അവർ അക്രമാസക്തരാണ്, ദുഷ്ടന്മാരാണ്. ഇവർ വെറും ശാരീരിക ഭീഷണികൾ മാത്രമല്ല, അവർ മനുഷ്യവംശത്തിന്റെ ആത്മീയ മലിനീകരണമാണ്. ഒരു ഹൈബ്രിഡ് വംശമാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് നേരെ എതിരായിട്ടുള്ളവരാണ്. അതിന്റെ ഫലമായി ഉൽപ്പത്തി 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയവിചാരങ്ങൾ എപ്പോഴും തിന്മ നിറഞ്ഞതാണെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് യഹോവ ദുഃഖിച്ചു. അവിടുത്തെ ഹൃദയം അത്യന്തം വേദനിച്ചു. ഞാൻ സൃഷ്ടിച്ച മനുഷ്യവംശത്തെ, മനുഷ്യരെയും മൃഗങ്ങളെയും നിലത്ത് ഇഴയുന്ന ജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അവയെ ഉണ്ടാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഈ ദൂതന്മാരുടെ മത്സരം ജലപ്രളയത്തിന് കാരണമായി. അന്നുവരെ ഉണ്ടായിരുന്ന മനുഷ്യരാശിയുടെ ഏറ്റവും കഠിനമായ ഒരു ന്യായവിധിയായിരുന്നു അത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത ദൂതന്മാർക്ക് എന്ത് സംഭവിച്ചു? അവർ സ്വതന്ത്രമായാണോ നടക്കുന്നത്, അതോ അവരെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞോ എന്നൊക്കെ? പുതിയ നിയമം അതിന് നമുക്ക് വ്യക്തമായി ഉത്തരം തരുന്നുണ്ട്. യൂദാ 1-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ച അധികാര സീമയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ തങ്ങളുടെ നിവാസസ്ഥലം ഉപേക്ഷിച്ചു പോയ ദൂതന്മാരെ ദൈവം മഹാദിവസത്തിലെ ന്യായവിധിക്കായി നിത്യബന്ധനത്തിലാക്കി ഘോരാന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, പാപം ചെയ്തപ്പോൾ ദൂതന്മാരെ പോലും ദൈവം ഒഴിവാക്കാതെ അവരെ അന്ധകാരത്തിന്റെ ചങ്ങലയിൽ ബന്ധിച്ചു ന്യായവിധിക്കായി തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ബൈബിളിൽ വീണുപോയ ദൂതന്മാരെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തവും ഭയാനകവുമായ ചില വാക്യങ്ങളാണിത്. ദൂതന്മാർ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ലിമിറ്റേഷൻസ് മാറ്റിയതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന അവരുടെ വാസസ്ഥലം നഷ്ടമായി. ദൈവം അവരെ താൽക്കാലികമായിട്ടല്ല, മറിച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് എന്നേക്കുമായി ചങ്ങലയിൽ ഇട്ടുവച്ചു. അവരെ ഇട്ടുവച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് ടർട്ടറസ് എന്നാണ് പറയുന്നത്. ഇത് അധോലോകത്തിന്റെ ഏറ്റവും ആഴമേറിയ നരകത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ഇതിനർത്ഥം ബൈബിൾ വ്യക്തമായി വീണുപോയ ദൂതന്മാരുടെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. സ്വതന്ത്രമായി നടക്കുന്ന പിശാചിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവസാന ന്യായവിധിക്ക് വേണ്ടി തടവിലാക്കപ്പെട്ട കലാപകാരികളായ ദൂതന്മാരാണിത്. യൂഫ്രട്ടീസിന് കീഴിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 ദൂതന്മാരും ഈ കൂട്ടത്തിൽ ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറയുന്ന ദൂതന്മാരെ പോലെ അവർ സ്വതന്ത്രരല്ല, മറിച്ച് ബന്ധിക്കപ്പെട്ടവരാണ്. യൂദയും പത്രോസും പറയുന്ന ദൂതന്മാരെ പോലെ അവരൊരു പ്രത്യേക ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കുന്ന സമയത്ത് അവർ കരുണ കാണിക്കില്ല. അവർ മനുഷ്യരാശിയുടെ 1/3 ഭാഗത്തെയും കൊന്നുമുടിക്കും. ഇത് ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ ചെയ്യുന്ന കാര്യമല്ല. ബൈബിൾ ഈ 4 ദൂതന്മാരുടെ പേര് പറയുന്നില്ലെങ്കിലും അവരുടെ സ്വഭാവം വ്യക്തമായി പറയുന്നു. കഠിനമായ മത്സരം നടത്തിയ വീണുപോയ ദൂതന്മാരാണിത്. ന്യായവിധിക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം അവരെ സ്വതന്ത്രരാക്കും, വീണ്ടെടുക്കാനായിട്ടല്ല, നശിപ്പിക്കാൻ വേണ്ടിയാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലം യാദൃശികമായിട്ടല്ല പറയുന്നത്, വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. യൂഫ്രട്ടീസ് മഹാനദിയുടെ തീരത്ത് ബന്ധിതരായിട്ടുള്ള 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്നുള്ളത്. വെളിപ്പാട് 9-ാം അധ്യായം 14-ാം വാക്യം. പിന്നെയും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 6-ാമത്തെ ദൂതൻ തന്റെ കുംഭം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. പൂർവ്വദേശത്തു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. അവസാന നാളുകളിൽ യൂഫ്രട്ടീസ് നദി വറ്റും. യുദ്ധത്തിനു വേണ്ടി രാജാക്കന്മാർക്ക് അങ്ങനെ നല്ല പാത ഉണ്ടാകും. ഇത് അവസാന ലോകയുദ്ധമായ അർമഗദോൻ യുദ്ധത്തിന് വഴിയൊരുക്കും. അങ്ങനെ 4 ദുഷ്ടന്മാരായ ദൂതന്മാരെ യൂഫ്രട്ടീസ് നദിയിൽ ബന്ധിച്ചിരിക്കുന്നു. അവർ സ്വതന്ത്രരായി കഴിയുമ്പോൾ നാം ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കും. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈ വർഷം, ഈ മാസം, ഈ ദിവസം, ഈ മണിക്കൂറിൽ മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നു കളയേണ്ടതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന 4 ദൂതന്മാരെയും അപ്പോൾ അഴിച്ചുവിട്ടു. ഇവിടെ പറയുന്ന കൃത്യത ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ദൂതന്മാരെ ബന്ധിച്ചിട്ട് അവരെ മറന്നുപോയിട്ടില്ല. ചരിത്രത്തിലെ ഈ നിമിഷത്തിനു വേണ്ടി അവരെ മനഃപൂർവ്വം മറച്ചു വച്ചിരിക്കുന്നു. മണിക്കൂർ, ദിവസം, മാസം, വർഷം എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. അത് നേരത്തെയുമല്ല, വൈകിയുമല്ല, കറക്റ്റ് സമയത്ത് സംഭവിക്കുന്ന ഒരു ന്യായവിധിയാണിത്. ഈ 4 ദൂതന്മാർക്ക് ഒരു ദൗത്യമുണ്ട്.
മനുഷ്യരാശിയുടെ 1/3 പേരുടെ മരണത്തിൽ അവസാനിക്കുന്ന ഒരു സംഭവത്തിന് നേതൃത്വം കൊടുക്കണം. വളരെ ഭയാനകമാണത്. ഇപ്പോൾ അവരാരാണ് എന്ന ചോദ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അവരെ ദൂതന്മാരായിട്ടോ വെളിച്ചത്തിന്റെ ദാസന്മാരായിട്ടോ പറയുന്നില്ല. അവർ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുന്നില്ല. അവർ ബന്ധിക്കപ്പെട്ടവരാണ്, അപകടകാരികളാണ്. അവരെക്കുറിച്ചുള്ള 2 പ്രധാന വ്യാഖ്യാനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹാനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്ന ദി വാച്ചേഴ്സ് എന്ന് പറയുന്ന ദൂതന്മാർ. ബൈബിൾ കാനോനികത്തിന്റെ ഭാഗമല്ലെങ്കിലും പുരാതന യഹൂദ ചിന്തയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല യൂദ 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇതിന് ചില പ്രാവചനിക പ്രസക്തിയുമുണ്ട്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ വാച്ചേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന 200 ദൂതന്മാരുടെ ഒരു സംഘം ജലപ്രളയത്തിന് മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നു. അവർ മനുഷ്യ സ്ത്രീകളുമായി ഇണചേർന്നു രാക്ഷസന്മാരുടെ ഒരു വംശത്തെ ഉണ്ടാക്കി. അവരെ നെഫലീംസ് എന്നാണ് പറയുന്നത്. ഈ ദൂതന്മാർ ആവശ്യമില്ലാത്ത ജ്ഞാനം, മന്ത്രവാദം, ജ്യോതിഷം, ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മനുഷ്യരാശിയെ ദൂഷിപ്പിച്ചു. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിച്ചു. അവസാന ന്യായവിധി വരെ അഗാധമായ നഗരത്തിൽ തടവിലാക്കി. 1 ഈനോക്ക് 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവരെ ഭൂമിയിലെ പാറകളുടെ അടിയിൽ അവരുടെ ന്യായവിധിയും അവസാനം വരുന്നതുവരെ 70 വർഷത്തേക്ക് ബന്ധിച്ചിടുക എന്ന് പറയുന്നു. ഇരുട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാർ ഭാവി ന്യായവിധിക്ക് വേണ്ടി തടവിലാക്കപ്പെട്ടിരിക്കുന്നു. അവസാന ദിവസങ്ങളിൽ അവരെ സ്വതന്ത്രരാക്കും. ഇത് വെളിപ്പാട് 9-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളുമായി യോജിക്കുന്നുണ്ട്. യൂഫ്രട്ടീസിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന 4 ദൂതന്മാർ ഉയർന്ന റാങ്കിലുള്ള വാച്ചേഴ്സ് ആയിരിക്കാനാണ് സാധ്യത. ലോകത്തിന്മേൽ ഒരു അമാനുഷിക ന്യായവിധി അഴിച്ചുവിട്ട് 200 വീണുപോയ ദൂതന്മാരുണ്ടല്ലോ, അതിന്റെ നേതാക്കളാകാനാണ് സാധ്യത എന്ന് പറയുന്നു. അവർ ഒരു സാധാരണ ദൂതന്മാരല്ല. ഉൽപ്പത്തി മുതൽ തന്നെ മുദ്രയിട്ടിരിക്കുന്ന പുരാതന ശക്തികളാണവർ. രണ്ടാമത്തേത് ന്യായവിധിയുടെ ഭരണാധികാരികളാണ്. രണ്ടാമത്തെ സാധ്യത ദാനിയേൽ 10-12 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അവിടെ ചില അധികാരികളെ കുറിച്ച് പറയുന്നു. ദാനിയേൽ 10-ാം അധ്യായം 13-ാം വാക്യം: പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. അപ്പോൾ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. ഈ വാക്യം ഒരു അദൃശ്യമായ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. രാഷ്ട്രങ്ങളെയും പ്രദേശങ്ങളെയും ഭരിക്കുന്ന ആത്മീയ തലത്തിലുള്ള രാജാക്കന്മാർ പോലെയാണത്. ഇവർ വെറും ചെറിയ ഭൂതങ്ങളൊന്നുമല്ല. പേർഷ്യ, ഗ്രീസ് പോലുള്ള സാമ്രാജ്യങ്ങളുടെ മേലും അതിലെ കാര്യങ്ങളുടെ മേലും ഭരണം നടത്തുന്ന പ്രപഞ്ചശക്തികളാണ്. ഇനി വെളിപ്പാട് 9-ാം അധ്യായത്തിൽ പറയുന്ന 4 ദൂതന്മാർ പുരാതന രാജ്യങ്ങളായ യൂഫ്രട്ടീസ്, ബാബിലോൺ, അസിറിയ, പേർഷ്യ അല്ലെങ്കിൽ വീണുപോയ സുമേരിയ എന്നിവയെ നിയന്ത്രിക്കാൻ ആദ്യം ചുമതലപ്പെടുത്തിയിരുന്ന പൈശാചിക ഭരണകൂടങ്ങളാണെങ്കിൽ എന്തായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ അവരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ആഗോള യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനകത്തുള്ളൊരു പ്രത്യേകത അതിനെ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മെ ഒരു പ്രധാന ദൈവശാസ്ത്ര സത്യം തുറന്നു കാണിക്കുന്നു. ദൈവം ഒരാളെ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞ് അവർ വിശുദ്ധരാണെന്ന് അർത്ഥമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വെളിപ്പാട് 9-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിനേക്കാളും വലിയ നാശത്തെക്കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ഇടാം. കാണാത്തവർ കാണുക. അതിങ്ങനെ പറയുന്നു: അശ്വാരൂഢരായ സൈനികരുടെ എണ്ണം 20 കോടിയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. തുടർന്ന് കുതിരകളെയും അതിന്മേൽ ഇരിക്കുന്നവരെയും ഞാൻ ദർശനത്തിൽ കണ്ടു. കുതിരപ്പുറത്തിരിക്കുന്നവരുടെ കവചം തീയുടെ നിറവും കടും നീലയും ഗന്ധകവർണ്ണവുമായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ പോലെയുമായിരുന്നു. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും വമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബഹിർഗമിച്ചുകൊണ്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ മനുഷ്യരിൽ 1/3 പേർ കൊല്ലപ്പെട്ടു. അക്ഷരാർത്ഥത്തിലോ അല്ലെങ്കിൽ പ്രതീകാത്മകമായോ ആയിക്കോട്ടെ 20 കോടി വരുന്ന ആ സംഖ്യ യോഹന്നാന്റെ കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതായിരുന്നു. അത് ഭൂമിയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതായത് ഇത് ഞെട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത അത്ര വലിയ നാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് നാം ഇതുവരെ കണ്ടിട്ടുള്ളതുപോലെ ഒരു യുദ്ധമല്ല. പൂർണ്ണമായും മനുഷ്യരല്ലാത്ത ഒരു സൈന്യം നടപ്പിലാക്കുന്ന അമാനുഷിക ദൂതന്മാർ നയിക്കുന്ന ന്യായവിധിയാണിത്. ആഗോള ജനസംഖ്യയുടെ 1/3 പേർക്ക് ഇത് മരണം കൊണ്ടുവരും. ഇതിന്റെ ഗൗരവം എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മനുഷ്യരാശിയുടെ 1/3, അതായത് കോടിക്കണക്കിന് ജീവൻ നഷ്ടപ്പെടും. ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും തകരും. നഗരങ്ങൾ തീജ്വാലകൾ കൊണ്ട് നിറയും. സൂര്യനെ മറയ്ക്കുന്ന രീതിയിലുള്ള പുക, സൾഫ്യൂരിക് വിഷം കൊണ്ട് നിറഞ്ഞ വായു അങ്ങനെ ഉണ്ടാകും. സോദോമിലും ഗൊമോറയിലും ഉണ്ടായ ന്യായവിധി പോലെ. പക്ഷേ ഈ പ്രാവശ്യം ആഗോളതലത്തിൽ എന്ന് മാത്രം. ഒരിക്കൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഈ ദൂതന്മാർ ന്യായവിധി നടത്തും. അക്ഷരാർത്ഥത്തിലോ പ്രതീകാത്മകമായോ ആയിക്കോട്ടെ, തീ, പുക, ഗന്ധകം എന്നിവ പ്രതിരോധിക്കാൻ കഴിയാത്തതും ഒഴിവാക്കാനാകാത്തതുമായ നാശത്തെയാണ് കാണിക്കുന്നത്. ചില പണ്ഡിതന്മാർ ഇതിനെ ഒരു അമാനുഷിക സൈന്യമാണ് എന്ന് പറയുന്നു. മറ്റു ചിലർ അതൊരു പൈശാചിക കൂട്ടത്തെ കാണിക്കുന്നു എന്നും പറയുന്നു. അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിൻ്റെ ഫലം ഒന്ന് തന്നെയാണ്.
കൂട്ടമരണം, ആഗോള ഭീകരത. ദൈവം നശിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്ന വ്യക്തിയല്ല. മനുഷ്യർ മാനസാന്തരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യർ അതൊന്നും വകവയ്ക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടേതായ രീതിയിൽ നടക്കുന്നു. അങ്ങനെ ന്യായവിധി വരുന്നു. പക്ഷേ ദൈവം മാനസാന്തരപ്പെടാനായിട്ട് ആവശ്യത്തിന് സമയം കൊടുക്കാറുണ്ട്. എന്നിട്ടും ലോകം അത് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടാകും, അക്ഷരാർത്ഥത്തിൽ അവിടെ ദൂതന്മാരെ ചങ്ങലയിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.